ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? 4 മണിക്കത്തേക്കിനുള്ള ഒരു ചെറിയ ഒരു സ്നാക്സ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടാ. ചക്കയും ഒരു അര ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു മുറി തേങ്ങയും ആവശ്യത്തിന് ശർക്കരപ്പൊടിയാണ്. പിന്നെ തേങ്ങാക്കൊത്ത്, ഇച്ചിരി നെയ്യ്, ഈസ്റ്റാണ് കേട്ടോ. ഇച്ചിരി നമ്മുടെ തേങ്ങാ വെള്ളത്തിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കലക്കി വെച്ചിരിക്കുക. ഇച്ചിരി കരിഞ്ജീരകം ഇല്ലെങ്കിൽ എള്ളുണ്ടെങ്കിൽ എള്ളിട്ടോ, ഇല്ല എങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രം മതി. അത് നമ്മുടെ വീട്ടിലുള്ള എന്താണോ അതിട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യമേ ഈ അരി ഒന്ന് അരച്ചെടുക്കണേ. അരിയും നമ്മുടെ എന്താ പറയുക, ചക്കയും തേങ്ങയും ശർക്കരയും ഒരു 2-3 ഏലക്കയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. തലേദിവസം ഇത് ഒരു 2 മണിക്കൂർ നേരത്തെ കുതിർത്ത് വെച്ച അരിയാണ്. 2-3 മണിക്കൂർ നേരത്തെ മുമ്പേ തന്നെ കുതിർത്ത് വെക്കണം അരിയെ. എന്നിട്ട് നമ്മൾ ഇത് വട്ടയപ്പത്തിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇഡലി തട്ട വെച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കുമോ. പിള്ളേർക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമാണ്. അതിനകത്ത് നമുക്ക് പാകത്തിന് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പം മഴ ആയതുകൊണ്ട് ചക്കപ്പഴമൊക്കെ ഒരുമാതിരിയായി കണ്ടോ. ഇപ്പോൾ ഇത്രയും ചക്ക കിട്ടിയാണേ. 4 ഏലക്ക ഉണ്ട്, അതൊന്ന് പൊളിച്ചിടാം. പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം അരിഞ്ഞ് കിട്ടത്തില്ലെങ്കിൽ 2 അരിച്ചെടുക്കണേ. ഇനി ഈ ശർക്കരയും കൂടെ, മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ട്, ഇല്ലെങ്കിൽ ശർക്കര പാനിയാണെങ്കിലും ചേർത്താൽ മതി. അല്ലെങ്കിൽ ശർക്കര എങ്ങനെയാണല്ലോ, ഇപ്പോൾ ശർക്കര ഇല്ല എങ്കിൽ പഞ്ചസാര ചേർക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടെ നല്ല ശർക്കരയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാവേ. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് അരയ്ക്കണം കേട്ടോ. ഇതാ നമ്മൾ മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് ഈസ്റ്റ് കലക്കി വെച്ചേക്കുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്. ഞാനൊരു പിഞ്ച് എടുത്തിട്ട് അത് മറ്റേ പഞ്ചസാരയും തേങ്ങാവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ. ഓക്കെ, മതി. ഇനി ഇത് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും ചുട്ടെടുക്കാം. 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു ചെറിയ പണിയുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. കണ്ടോ, ചെറുതാക്കി കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ അതെ ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്തുണ്ടല്ലോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഇനി ആ നെയ്യിൽ കിടന്ന് അതങ്ങ് ഫ്രൈ ആയിക്കോളും. ഈ സമയത്ത് നമ്മുടെ കരിഞ്ജീരകമില്ലേ, എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കണേ. കരിഞ്ജീരകം അല്ലേ എള്ള്, അത് ഇല്ല എങ്കിൽ വേണ്ട, തേങ്ങാക്കൊത്ത് മാത്രം ചേർത്താൽ മതി. ഇനിയില്ലേ കുറച്ച് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കോരി വയ്ക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കോരി വയ്ക്കാം. ബാക്കി നമുക്ക് മാവിലേക്ക് തട്ടി കൊടുക്കണം. കുറച്ച് ഇതേ ഉള്ളായിരുന്നേ, അതായത് കുറച്ച് മാവല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചേർക്കണേ. ആ നെയ്യും ഇതും കൂടെ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് ഇഡലി ചെമ്പ് അടുപ്പയിലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. പാത്രത്തിൽ ഒഴിച്ചുണ്ടാക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണേലും നമ്മുടെ വാഴയിലയോ അല്ലെങ്കിൽ നമ്മുടെ ഇടനയിലയോ ഇങ്ങനെ കുമ്പിള് പോലെയാക്കി ഇതിനകത്ത് വെച്ചിട്ട് അതിലൊഴിച്ചുണ്ടാക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആവിയിൽ തന്നെ ആക്കണം കേട്ടോ, ഉണ്ണിയപ്പം അല്ല കേട്ടോ. അതുകൊണ്ട് ചക്ക കൊണ്ടുള്ള ഒരു വട്ടയപ്പം പോലെയുള്ള ഒരു അപ്പം. എന്തായാലും വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷം ഇതാ നെയ്യൊക്കെ പുരട്ടി വെച്ചേക്കുക ഇഡലി തട്ട്. അപ്പോൾ അതിൽ നമുക്ക് എടുത്തുണ്ടാക്കാം. അപ്പച്ചെമ്പിലൊക്കെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ആദ്യം നമുക്ക്
ഈ ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കുക. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവേ. നെയ്യ് തേച്ച തട്ടാണ് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് ഈ തേങ്ങയും ഇതില്ലേ ചുമ്മാ വെറുതെ ഒരു ഷോയ്ക്കാണേ, ഇഷ്ടമുണ്ട് വെച്ചാൽ മതി. നന്നായിട്ട് ഒന്ന് വെന്തോട്ടെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ അടുത്തത് വെക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ മാവ് ഉണ്ടാക്കി തീർക്കാവേ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇത് ഒന്ന് തണുക്കണം, എന്നാലേ ഇത് വിട്ട് കിട്ടത്തുള്ളേ. അപ്പം എന്തായാലും കണ്ടില്ലേ, അപ്പമൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഒരെണ്ണം എടുക്കാം. ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്നായിരുന്നു. പക്ഷെ ഒന്ന് കഴിച്ചു നോക്കാനുള്ള ഒരു ആഗ്രഹമേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചൂടൊന്ന് തണുക്കണം. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.